السلام عليكم ورحمة الله تعالى وبركاته. بسم الله والحمد لله الصلاة والسلام على أشرف رسول الله وعلى آله وصحبه أجمعين. أما بعد. ആദരവുകളെങ്കിലും അറിയിക്കുന്ന ഉസ്താദുമാർ, എന്റെ ശബ്ദം ശ്രവിക്കുന്ന വിദ്യാർത്ഥി സുഹൃത്തുക്കളെ, ഈ ഒരു അസുലഭ മുഹൂർത്തത്തിൽ ഞാൻ നിങ്ങൾക്ക് മുന്നിൽ എഴുന്നേറ്റ് നിന്നതിന്റെ ഉദ്ദേശം നമ്മുടെ കാലത്ത് ഏറ്റവും കൂടുതൽ ചർച്ചാ വിഷയത്തിന് വിധേയമായിട്ടുള്ള തകർന്നറിയുന്ന മാധ്യമധർമ്മം എന്ന വിഷയത്തെ ആസ്പദമാക്കി അല്പം ചില ചിന്തകൾ നിങ്ങളുമായി പങ്കുവെക്കാനാണ്. അതിനെനിക്ക് അവസരം കനിഞ്ഞേകിയ ജഗനിയന്താവായ നാഥനിലേക്ക് സർവ്വസൂത്രങ്ങൾ അർപ്പിച്ചുകൊണ്ട് ഞാൻ തുടങ്ങുന്നു. അൽഹംദുലില്ലാഹ് അൽഹംദുലില്ലാഹി അലാ കുല്ലി ഹാൽ വഫീ കുല്ലി മഖാം. പ്രിയമുള്ളവരെ, മാധ്യമങ്ങളെ ജനാധിപത്യത്തിന്റെ നാലാമത്തെ തൂണെന്ന് വിശേഷിപ്പിക്കപ്പെടാറുണ്ട്. അവയുടെ മുഖ്യധർമ്മം ജനങ്ങളിലേക്ക് സത്യസന്ധമായ വാർത്തകൾ കൈമാറുകയും ജനങ്ങളെ ബോധവൽക്കരിക്കുകയും അനീതിക്കെതിരെ നിലനിൽക്കുകയും ചെയ്യുക എന്നുള്ളതാണ്. എന്നാൽ ഇപ്പോൾ പലപ്പോഴും TRP ക്ലിക്കുകളും പല രാഷ്ട്രീയ പാർട്ടികളുടെയും വ്യവസായ ലോബികളുടെയും വക്താക്കളായി മാറിക്കൊണ്ടിരിക്കുകയാണ്. പ്രിയമുള്ളവരെ, പരിശുദ്ധ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ മുന്നറിയിപ്പ് നൽകിക്കൊണ്ട് പറഞ്ഞിരുന്നു, മനുഷ്യൻ കേൾക്കുന്നതെല്ലാം പറഞ്ഞു പോകുന്നത് തന്നെ അവനെ കള്ളനാക്കാൻ മതിയാകും. ഇന്നത്തെ മാധ്യമങ്ങളുടെ പല പ്രവൃത്തികളും ഈ ഹദീസിന്റെ യാഥാർത്ഥ്യമാണ്. സ്ഥിരീകരിക്കാത്ത വാർത്തകളും വ്യാജ പ്രചരണങ്ങളും സമൂഹത്തിൽ കലഹങ്ങൾ വിധിക്കുന്ന രീതികളും സമൂഹത്തെ മാധ്യമങ്ങളെ ധർമ്മബോധത്തിൽ നിന്ന് അകറ്റുകയാണ് ചെയ്യുന്നത്. പ്രിയമുള്ളവരെ, അധികാരികളുടെ താളത്തിലൊത്തു തുള്ളുന്ന കളിപ്പാവുകളായി അതമ്പതിച്ചു കൊണ്ടിരിക്കുകയാണ് ഇന്നത്തെ ഭൂരിഭാഗം മാധ്യമങ്ങളും. അധികാരവർഗത്തിന്റെ കൊള്ളരുതായ്മക്കെതിരെ തിരുത്തൽ ശക്തികളാവുകയും പൊതുജനങ്ങളുടെ ശബ്ദമായി മാറുകയും ചെയ്യുക എന്നുള്ളത് മാധ്യമങ്ങളുടെ ധാർമ്മിക ഉത്തരവാദിത്വത്തിൽപ്പെട്ടതാണ്. മാധ്യമ മേഖലകളിലുടനീളം ഭീതിയുടെ കരിനിഴൽ വീഴ്ത്തി തങ്ങൾക്ക് അനുകൂലമായ പത്രപ്രവർത്തനത്തിന് അവിടെ സമ്മതം നൽകുന്ന സർക്കാരിനുമുണ്ട് ഇതിൽ മുഖ്യമായ പങ്ക്. പ്രിയമുള്ളവരെ, പരിശുദ്ധ ഖുർആനിൽ കൂടെ സൂറത്തുൽ നിസായിൽ കൂടെ അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മോട് പറയുന്നു, യാ അയ്യുഹല്ലദീന ആമനൂ കൂനൂ ഖവ്വാമീന ബിൽ ഖിസ്തി ശുഹദാഅ ലില്ലാഹ് വലൗ അലാ അൻഫുസികും. സത്യവിശ്വാസികളെ, നിങ്ങൾ നീതിക്ക് വേണ്ടി നിലകൊള്ളുകയും നിങ്ങൾ അല്ലാഹുവിന് വേണ്ടി സാക്ഷി നിൽക്കുകയും അത് നിങ്ങൾക്ക് തന്നെയോ നിങ്ങളുടെ മാതാപിതാക്കൾക്കോ നിങ്ങളുടെ അടുത്ത ബന്ധുക്കൾക്കോ എതിരായാൽ പോലും. ഇതാണ് യഥാർത്ഥ മാധ്യമധർമ്മത്തിന്റെ അടിത്തറ. പ്രിയമുള്ളവരെ, മഹാത്മാഗാന്ധി പോലും പറഞ്ഞു വെക്കുന്നില്ലേ, മാധ്യമങ്ങൾ ജനങ്ങൾക്ക് സേവനം ചെയ്യാനുള്ളതാണ്, സ്വന്തം താല്പര്യങ്ങൾക്ക് വേണ്ടിയുള്ളതല്ല. എന്നാൽ ഇന്നത്തെ പല മാധ്യമങ്ങളും പല വ്യവസായ പാർട്ടികളുടെയും വ്യവസായ ലോബികളുടെയും പാർട്ടികളുടെയും വക്താക്കളായി മാറിക്കൊണ്ടിരിക്കുകയാണ്. പ്രിയമുള്ളവരെ, ഒരു കാലത്ത് സത്യാന്വേഷണത്തിന്റെയും ജനസേവനത്തിന്റെയും പ്രതീകമായിരുന്ന മാധ്യമങ്ങൾ ഇന്ന് പലപ്പോഴും വിഭജനം വിതയ്ക്കുന്ന യന്ത്രങ്ങളായി മാറിക്കൊണ്ടിരിക്കുകയാണ്. പ്രിയമുള്ളവരെ, മാധ്യമങ്ങളുടെ ഏറ്റവും വലിയ ധർമ്മം എന്നുള്ളത് ജനങ്ങളിലേക്ക് സത്യസന്ധമായ വിവരങ്ങൾ കൈമാറുക എന്നുള്ളതാണ്. അതിനുവേണ്ടി അവർ ലാഭത്തിനോ ഭരണത്തിനോ വേണ്ടി അവർ മുൻഗണന എടുക്കരുത്. പ്രിയമുള്ളവരെ, മാധ്യമങ്ങൾ തകർന്നിരിക്കുമ്പോൾ അത് ഏറ്റവും കൂടുതൽ വെല്ലുവിളിയായി വരുന്നത് ജനാധിപത്യത്തിന്റെ തകർച്ചയിലേക്കാണ്. അതിനാൽ മാധ്യമങ്ങൾ വീണ്ടും സത്യത്തിലേക്കും ധർമ്മത്തിലേക്കും ഉയർന്നെഴുന്നേൽക്കണം. സത്യം പറയുക, ധൈര്യത്തോടെ പറയുക, ജനങ്ങളെ ഒരുമിപ്പിക്കുക, അതാണ് യഥാർത്ഥ മാധ്യമധർമ്മം എന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ എന്റെ പ്രസംഗം ഇവിടെ ഉപസംഹരിക്കുന്നു. വാഖിറു ദഅവാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു.